അല്ലാഹു സുബ്ഹാനഹു വ തആല ഷിട്ടികളുടെ എല്ലാ ചലനങ്ങളെ അതേ സമയത്ത് ചെയ്യുന്നതിനു മുമ്പും ചെയ്ത ശേഷവും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും വീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്ന റബ്ബിന് എപ്പോഴും വിചാരണ ചെയ്യാം, എങ്ങനെയും വിചാരണ ചെയ്യാം. അവിടെ വിചാരണയുണ്ട്. ആ വിചാരണയില് ചോദ്യത്തിന് മറുപടി നൽകിയാലോ സ്വർഗത്തിന്റെ കവാടം തുറന്നു കിട്ടുകയും ചെയ്യും. തീർന്നില്ലേ? പരലോകത്തിലേക്ക് എത്തുന്നതിന് മുമ്പാണ് ഈ പറയുന്നത്. താൽക്കാലിക വിശ്രമ സ്ഥലമാകുന്ന ഖബറുണ്ടല്ലോ, അവിടെ തന്നെ എന്തുണ്ട്? നമുക്ക് സ്വർഗം കണ്ട് ആസ്വദിക്കാം. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലെങ്കിൽ നരകം. അപ്പോൾ ആത്മാവിനെ പിടിക്കാൻ വേണ്ടി വരുന്നതായ മലക്കുകൾ ഇവിടക്ക് നീചമായ ആത്മാക്കളാണ് കാണുന്നതെങ്കിൽ അവർ പറയും ഫീമ കുന്തും, എവിടെയായിരുന്നു നിങ്ങൾ, എവിടെയായിരുന്നു നിങ്ങൾ? ചോദ്യത്തിന്റെ ശൈലിയിൽ നിന്നിട്ട് പറയും പോലെ ഏത് ചവറ്റ കൊട്ടയിലായിരുന്നു നിങ്ങൾ എന്ന് പറയും പോലെ, പറയുമ്പോൾ ഇങ്ങനെ മൂക്കൊക്കെ പിടിച്ചിട്ട് പറയും പോലെ എന്താ ഇത്, ഇത്ര അശ്ലീലമാണ്, ഇത്ര വെടക്കാണ്, ഇത്ര നീചമാണ്. അതെ, ആ സൈസിലുള്ള ജീവിതമല്ലേ പലരും ജീവിക്കുന്നത്, നിങ്ങളെ കുറിച്ചല്ല. ജീവിതമാസകലം അശ്ലീലത്തിൽ, പൈങ്കിളി സാഹിത്യത്തിൽ, തട്ടിപ്പിൽ, വെട്ടിപ്പിൽ, അനാചാരത്തിൽ, അക്രമത്തിൽ, അനീതിയിൽ, പലിശയിൽ. എന്താണ് മനുഷ്യൻ കാട്ടിക്കൂട്ടാത്തത്, ചെയ്തു തീർക്കാത്തത്? ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ റസൂല് പറയുന്നു, ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒരു കറുത്ത പുള്ളി ഹൃദയ കണ്ണാടിയിൽ വീഴും. അപ്പോൾ ലക്ഷക്കണക്കിന് തെറ്റുകളുടെ കൂമ്പാരം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ ഏത് രൂപത്തിലായിരിക്കും ഉണ്ടാവുക പറഞ്ഞറിയിക്കേണ്ടതില്ല. അതുകൊണ്ട് മലക്കുകൾ ആത്മാവിനെ പിടിക്കാൻ വേണ്ടി വരുമ്പോൾ ഒരു ശൈലിയിൽ അവരുടെ പിൻസൈഡിനെയും അവരുടെ മുഖത്തെയും ഇടിച്ചുകൊണ്ടായിരിക്കും ആത്മാവിനെ പിടിക്കുക. ഫീമ കുന്തും, എവിടെയായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഖാലു, അവർ പറയുന്നതാണ് എന്ത്? കുന്നാ മുസ്തദഅഫീന ഫിൽ അർദ്, ഞങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ശേഷികെട്ടവരായിരുന്നു, ഞങ്ങൾക്ക് ഈമാൻ കുറവായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ റൂം ഇസ്ലാമീകരിക്കാൻ, ഞങ്ങളുടെ നാട് ഇസ്ലാമീകരിക്കാൻ, ഞങ്ങളുടെ വീട് ഇസ്ലാമീകരിക്കാൻ, ഞങ്ങളുടെ കാർ ഇസ്ലാമീകരിക്കാൻ, ഞങ്ങളുടെ ബിസിനസ്സിൽ ഇസ്ലാമീകരിക്കാൻ ഇതിനൊന്നും ഞങ്ങളുടെ ഈമാൻ ഞങ്ങളെ സഹായിച്ചില്ല. കാരണം ശേഷികെട്ട ഈമാന്റെ ഉടമകളായിരുന്നു ഞങ്ങൾ എന്ന് പറയുന്നതാണെന്നാണ്. ഈ ശൈലി ഖുർആനിൽ പലയിടങ്ങളിലുമുണ്ട്. ഇടികൊള്ളുമെന്ന് പറയുന്ന ശൈലി. ഇത് മരണപ്പെടുന്ന വേളയിൽ നാം ഇങ്ങനെ കാണാം, മൂപ്പരിനെ കണ്ണുരുട്ടുന്ന ഇട്ടുമ്പോൾ കാണുന്നവർ പറയാണ്, ഓ വാപ്പാനെ ഒഴിവാക്കി പോവല്ലേ എന്ന് വിചാരിച്ചിട്ട് കണ്ണുരുട്ടായിരിക്കും, അല്ലെ മക്കളെ ഒഴിവാക്കി പോവാണല്ലോ എന്ന് വിചാരിച്ചിട്ട് കണ്ണുരുട്ടായിരിക്കും. അള്ളാഹ് പറയുന്ന അതല്ല, അതൊന്നല്ല മൂപ്പര് കണ്ണുരുട്ടുന്നത്. പിന്നെയോ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ വനഹ്നു അഖറബു ഇലൈഹി മിൻകും, നിങ്ങളെക്കാൾ നാമാണ്, നമ്മുടെ ശിക്ഷയാണ് അല്ലെങ്കിൽ രക്ഷയാണ്, നമ്മുടെ മലക്കുകളാണ്, അദാബിന്റെ മലക്കുകളാണ് അല്ലെങ്കിൽ റഹ്മത്തിന്റെ മലക്കുകളാണ് അവനുമായി ഇപ്പോൾ ഏറ്റുമുട്ടുന്നത്, അല്ലെങ്കിൽ അവനുമായി ബന്ധപ്പെടുന്നത്. അവൻ പുതിയ ലോകത്തെ കാണുകയാണ്, ഇവിടെ ഇതുവരെ കാണാത്തതാണ് കാണുന്നത്. നരകം കാണുന്നു, സ്വർഗം കാണുന്നു, മലക്കുകളെ കാണുന്നു, നന്മ കാണുന്നു അല്ലെങ്കിൽ ശിക്ഷ കാണുന്നു. അതുകൊണ്ട് വേറെ ലോകത്തിലായതുകൊണ്ട് അവൻ കണ്ണുരുട്ടുകയാണ്. അതെ, വഅൻതും ഹീനഇദിൻ തൻദുറൂൻ വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ, നിങ്ങളെക്കാൾ അവനിലേക്ക് ഞാനാണ് അടുത്തവൻ, നിങ്ങളത് കാണുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഇത് ഓരോരുത്തർക്കും ഒരു പക്ഷേ ഇപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ കവാടത്തിലേക്ക് ചെല്ലുന്ന മരണമാകുന്ന കവാടമുണ്ടല്ലോ, ആ കവാടത്തെ പരലോകത്തിലേക്ക് ചെല്ലുന്ന ഈ കവാടമുണ്ടല്ലോ, ആ കവാടത്തിലേക്ക് ചെല്ലാതെ, ആ കവാടത്തിൽ കൂടി വിട്ടുകിടക്കാതെ ഒരു മഖ്ലൂഖിനും ഇവിടുന്ന് രക്ഷയില്ലേ ഇല്ല, ഉറപ്പാണ്. ഇത് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കേണ്ടത് അടികൊള്ളാതെ രക്ഷപ്പെടണം, ഇടികൊള്ളാതെ രക്ഷപ്പെടണം. ഇടികൊള്ളൂ എന്നുള്ള ഖുർആൻ പറഞ്ഞത്. ഏത് എവിടെയായിരുന്നോ എന്ന് ചോദിച്ചിട്ട് ഇടികൊള്ളും. അത് രക്ഷപ്പെടണമെങ്കിൽ ആത്മശുദ്ധീകരണം ഇന്ന് തന്നെ ചെയ്തോളീൻ, പാശ്ചാത്തപ്പിച്ചോളീൻ, ഖേദിച്ചോളീൻ, ദുഃഖിച്ചോളീൻ. ഞാനൊരു വൃക്ഷമായിരുന്നാൽ തരക്കേടില്ലായിരുന്നേനേ, സ്വർഗത്തിന് ടിക്കറ്റ് ഭൂമിയിൽ നിന്ന് കിട്ടിയ ഉമർ ഇബ്നുൽ ഖത്താബ്. നമുക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഈ നരകത്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ, ആ നരകത്തുള്ള പാളലുകൾ ചിന്തിക്കുമ്പോഴൊക്കെ ഈ ഒരു മനുഷ്യനല്ലാതെ ഒരു വൃക്ഷമായി എന്നെ അത് ഷെട്ടിച്ചിട്ടുണ്ടെങ്കിൽ വൃക്ഷത്തിന് എന്തില്ല തക്ലീഫില്ല, അങ്ങനെ ആണെങ്കിൽ വേദനയില്ലല്ലോ, ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഇതൊക്കെ ചിന്തിക്കേണ്ടി വരുന്നല്ലോ. എന്തായിരിക്കും മരണശേഷം സംഭവിക്കുക, എങ്ങനെയായിരിക്കും മറുപടി നൽകുക, അഥവാ മറുപടി നൽകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഖബറിൽ എങ്ങനെയായിരിക്കും ജീവിക്കുക, എന്നിട്ട് വീണ്ടും പുനർജീവനം, ഏത് രൂപത്തിൽ ജീവിതം, എങ്ങനെയാണ് പുനർജീവിതം നൽകപ്പെടുക, ഈ കാര്യത്തിലൊക്കെ ചിന്തിച്ച് തല പോകേണ്ട ആ പ്രശ്നമേ ഇല്ലല്ലോ എന്നത് വിചാരിച്ചിട്ട് ഉമർ പറഞ്ഞു പോലെ ഒരു വൃക്ഷമായിരുന്നു ആ തരക്കേടില്ലായിരുന്നു ഞാൻ. നമുക്കൊക്കെ ഈ കിട്ടിയ ചാൻസ് തന്നെ ഇനിയും കിട്ടിക്കൊണ്ടേ ഇരുന്നാൽ ഏതേ കുടിക്കാനേ, പിടിക്കാനേ, ഇടിക്കാനേ, തോന്നിവാസം ചെയ്യാനേ, അശ്ലീലം കാണാനേ, അത് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ. സമയം തീർന്നാ പറയുന്നത്. സഹോദരന്മാരെ, ചുരുക്കത്തിൽ പറയാൻ ഉള്ളത് അള്ളാഹു പറഞ്ഞ ശൈലിയാണ്. ഏത്?
ഈ എന്നിൽ അർപ്പിക്കപ്പെട്ടതായ വിഷയത്തെക്കുറിച്ച് പരിശോധിക്കാൻ വേണ്ടി പെട്ടെന്ന് ഖുർആൻ നോക്കിയപ്പോൾ 170 പ്രാവശ്യമാണ് മരണം എന്ന വിഷയം ഖുർആനിൽ ചർച്ച ചെയ്യുന്നത്. എത്ര? 170 പ്രാവശ്യം. അതേ വിഷയം തന്നെ 28 പ്രാവശ്യം വഫാത്ത് എന്ന പദത്തിൽ കൂടി ചർച്ച ചെയ്യുന്ന കണ്ടു. അതേ വിഷയം തന്നെ 10-ൽ പരം പ്രാവശ്യം അജൽ എന്ന പദത്തിലൂടെ ചർച്ച ചെയ്യുന്ന കണ്ടു. ഇങ്ങനെയുള്ള ഒരു വിഷയം ചർച്ച ചെയ്യണമെങ്കിൽ ദിവസങ്ങളല്ല മാസങ്ങൾ വേണ്ടി വരും. അതാണ് ഇപ്പോൾ അരമണിക്കൂറിൽ ചർച്ച ചെയ്യപ്പെട്ടത്. അതിന്റെ രക്തചുരുക്കം എന്താണ്? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരണം ഇവിടെ ആസ്വദിക്കേണ്ടവരാണ്. അതല്ല പ്രശ്നം. പിന്നെയോ ഫമൻ സുഹസിഹ അനിന്നാർ, നരകത്തിൽ നിന്ന് ദൂരപ്പെടുകയും ഉദ്ഖിലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്താൽ ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചവൻ. ആ വിജയിച്ചവരിൽ പെടാനുള്ളതായ മാനദണ്ഡം, അതിനുള്ള മാർഗം, അതിനുള്ള റൂട്ട് ഇന്ന് തന്നെ കൈകൊള്ളുക. അതിനെന്ത് വേണം? ഒരു കൊല്ലത്തിൽ പ്രാവശ്യം ക്യാമ്പിംഗ് നടത്തിയാലോ ഒരു സമ്മേളനം നടത്തിയാലോ മാത്രമല്ല, പിന്നെയോ ആ സമ്മേളനത്തിലൂടെ ആ ദഅവത്തിലൂടെ കിട്ടുന്നതായ ആ ഈമാനിക ആവേശമുണ്ടല്ലോ, അത് സ്ഥിരമായി നമ്മളിൽ എന്നും ഉണ്ടാവണം. ഏതുവരെ? അള്ളാഹുമായുള്ള ലിഖാ സംഭവിക്കുന്നവരെ, അഥവാ അള്ളാഹുവിനെ കാണുക, മരണം. ആരെങ്കിലും മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബല്ലാഹു ലിഖാ, ആരാണ് അള്ളാഹിനെ കാണാൻ ഇഷ്ടപ്പെടുക? നന്നായി ജീവിക്കുന്നവൻ. നന്നായി ജീവിക്കുന്നവന് നന്നായി മരിക്കുമെന്ന് അവന് പ്രതീക്ഷയുണ്ടാകും. അതുകൊണ്ട് അള്ളാഹിനെ കാണട്ടെ, മരിക്കട്ടെ. അപ്പോൾ ആരെങ്കിലും മരിക്കേണ്ട സന്ദർഭം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും സംഭവിക്കേണ്ടതാണല്ലോ, അവൻ യുഹ്സിനുദ്ദന്ന ബില്ലാഹ്, സഹീഹ് മുസ്ലിമിലും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സഹീഹ് ബുഖാരിയിലുമുള്ള ഭാഗമാണ്, അള്ളാഹുവിൽ നല്ല ശുഭ പ്രതീക്ഷയുണ്ടായിരിക്കണം. എന്താണത്? അള്ളാഹ് എന്നെ, ഞാൻ ചെയ്ത അമലിനെ, ഞാൻ മനക്കടലിനെ അള്ളാഹ് പാഴാക്കി കളയുന്നതല്ല, അള്ളാഹ് എന്നെ നിരാശപ്പെടുത്തി കളയുന്നതല്ല എന്ന നല്ല വിശ്വാസത്തോടു കൂടി മരിക്കാനുള്ള ചുറ്റുപാട് അന്തരീക്ഷം ഉണ്ടാക്കുക. അല്ലാത്ത അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച് ഷിർക്ക് ചെയ്ത് തോന്നിവാസം ചെയ്ത് അനാചാരം ചെയ്ത് ജീവിക്കുന്നവന് മരിക്കുന്ന വേളയിൽ ഒന്നും പ്രതീക്ഷിക്കാനുള്ള ആഗ്രഹം ചാൻസ് ഇല്ല. അതുകൊണ്ട് പ്രയോജനവുമില്ല.